യുഎഇയിൽ നിന്നും ഇന്ത്യയിലേക്ക് സ്വർണം ഇറക്കുമതി ചെയ്യുന്നതിന് കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാക്കിയ സാമ്പത്തിക സഹകരണ കരാറിന്റെ ദുരുപയോഗം തടയാനാണ് ഇത്. വെള്ളി, പ്ലാറ്റിനം എന്നിവയുടെ ഇറക്കുമതിക്കും നിയന്ത്രണം ബാധകമാണ്. ഇന്ത്യയും യുഎഇയും തമ്മിൽ ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സെപ്പ അനുസരിച്ച് യുഎഇയിൽ നിന്നും സ്വർണവും വെള്ളിയും പ്ലാറ്റിനവും ഇറക്കുമതി ചെയ്യുന്നതിന് താരിഫ് ഇളവ് നൽകിയിരുന്നു. 15% ഇറക്കുമതി തീരുവ ഉള്ളപ്പോൾ സെപ്പ അനുസരിച്ചുള്ള ഇറക്കുമതിക്ക് 14% നികുതി. കഴിഞ്ഞ ജൂലൈയിൽ ഇറക്കുമതി ചുങ്കം 6% കുറച്ചപ്പോൾ സെപ്പ അനുസരിച്ച് സ്വർണം ഇറക്കുമതി ചെയ്യാൻ 5% നികുതി നൽകിയാൽ മതിയായിരുന്നു. സ്വർണ്ണക്കട്ടി, പൊടി രൂപത്തിലുള്ളവ, പാതി നിർമ്മിച്ച ആഭരണങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇളവ് ലഭിച്ചിരുന്നു. ഓരോ വർഷവും 200 മെട്രിക് ടൺ സ്വർണം യുഎഇയിൽ നിന്നും ഇറക്കുമതി ചെയ്യാനാണ് ഇളവ്. ഈ ആനുകൂല്യം ദുരുപയോഗപ്പെടുത്തുന്നത് കണ്ടെത്തിയതിനെ തുടർന്നാണ് പുതിയ നടപടി. മാത്രമല്ല, ചിലർ 99% സ്വർണവും 1% പ്ലാറ്റിനവും ചേർത്ത ഉൽപ്പന്നങ്ങൾ നികുതി ഇളവ് ലഭിക്കാനായി പ്ലാറ്റിനം എന്ന പേരിൽ ഇറക്കുമതി ചെയ്യുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. ഇതെല്ലാം തടയാൻ കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഹാർമണൈസ്ഡ് സിസ്റ്റം ശക്തമായി നടപ്പാക്കുകയാണ് ഇന്ത്യ. ഇതനുസരിച്ച് നോമിനേറ്റഡ് ഏജൻസി അംഗീകൃത ജ്വല്ലറി ഉടമകൾ, താരിഫ് റേറ്റ് ക്വാട്ട ഉടമകൾ എന്നിവർക്ക് മാത്രമാണ് ഇളവ് ലഭിക്കുക. മാത്രമല്ല, 99% പ്ലാറ്റിനം ആണെങ്കിൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള ഇളവ്. ചുരുക്കത്തിൽ, പ്ലാറ്റിനം എന്ന പേരിൽ സ്വർണം ഇറക്കുമതി ചെയ്യുന്നത് ഇനി നടക്കില്ല. മാതൃഭൂമി ന്യൂസ്, ദുബായ്.